മഞ്ജുഷ്, ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു കാലത്തിന്റെ കരുത്തായ ഓർമ്മയാണ്, നനവാർന്ന ഓർമ്മയല്ല. ഞങ്ങൾ പറയായിരുന്നു ഈ സെക്രട്ടേറിയറ്റിന്റെ അകത്തുകൂടി വി എസിന്റെ ഭൗതിക ശരീരത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ കൂടുമ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് അകത്തും പുറത്തും ഞങ്ങൾ അടികൊള്ളാത്ത ഒരു മൂലയുണ്ടാവില്ല. ചോര വീണ അവിടെയൊക്കെ വി എസിന്റെ കാൽപാദങ്ങളും സാന്നിധ്യവും ഉണ്ടായിട്ടുണ്ടാകും. എത്ര കടുത്ത സമരങ്ങളുടെ നടുവിലും വി എസ് പുലർത്തുന്ന ഒരു വല്ലാത്ത കരുത്തുണ്ടായിരുന്നു, വല്ലാത്ത ഐക്യദാർഢ്യവും വല്ലാത്തൊരു കരുത്തുമായിരുന്നു അത്. ഏത് സമരമുഹൂർത്തത്തിലെയും കടുത്ത മർദ്ദനങ്ങളെ പോലും അതിജീവിക്കാനും ജയിൽവാസത്തെ ആഹ്ലാദകരമായിട്ട് ഒന്നാക്കി മാറ്റാനും ആ വർത്തമാനം കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു കാലം നമ്മുടെ എല്ലാം മുമ്പിലുണ്ടായിരുന്നു. വി എസിനെ ഞാൻ കരുതുന്നത് ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര ഇപ്പോൾ കാണുന്നതേ എളുപ്പമല്ല, ഇനിയുള്ള കാഴ്ചയും ഇതിനേക്കാൾ കടുത്തതായിരിക്കും. കാരണം ആ വഴിയിലെല്ലാം ജയിച്ചും തോച്ചും ഒക്കെ മുന്നേറിയ ആയിരക്കണക്കിന് സമരങ്ങളുടെ മുമ്പിൽ ഇസങ്ങളോ കൊടികളുടെ നിറങ്ങളോ നോക്കാതെ വി എസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം ജീവിത പ്രയാസങ്ങളും കണ്ണീരും കണ്ടണിഞ്ഞ് അവരോടൊപ്പം നിന്ന ഒരു വി എസ് ഉണ്ടായിരുന്നു. ആ ഓർമ്മ അവരെ വല്ലാത്ത വികാരഭരിതരാക്കും. വി എസ് തലമുറകളോളം ജീവിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലെ വൈകുന്നേരം രാത്രി 11ഓളം നീണ്ട മുദ്രാവാക്യം വിളിയുടെ പ്രത്യേകതയല്ല, മുദ്രാവാക്യം വിളിച്ചും കണ്ടും കേട്ടും ഒക്കെ നമുക്ക് അനുഭവമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി 11 മണി വരെ ഞാൻ ആ AKG സെന്ററിന്റെ മുമ്പിൽ നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. മുദ്രാവാക്യം വിളിച്ചവർ വലിയൊരു ശതമാനം ചെറുപ്പക്കാരാണ്. ഒരുപക്ഷെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അവർ വി എസിനോടൊപ്പമോ കണ്ടോ അടുത്തോ നിൽക്കാൻ പറ്റിയവരാവില്ല. തലമുറകളോളം വി എസ് എന്ന പാഠപുസ്തകത്തെ കേരളം ഇതിനേക്കാൾ ആവേശഭരിതമായി കാണും. ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നുവോ വി എസ്, അതിനേക്കാൾ ആവേശം മരണത്തിന് ശേഷം ഉണ്ടാകും. അപൂർവമായിട്ടുള്ള അത്തരമൊരു പ്രതിഭയ്ക്കാണ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പ്രക്ഷോഭം സംഘടിപ്പിച്ചും മന്ത്രിയായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഉന്നത തലത്തിൽ വികസനത്തെക്കുറിച്ച് കേരളത്തെ പഠിപ്പിച്ചു മുന്നോട്ട് പോയ കർമ്മയോഗിയായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റിന് നമ്മൾ യാത്രയയപ്പ് നൽകുന്നത് വലിയ അനുഭവമാണ് യഥാർത്ഥത്തിൽ. മിനിസ്റ്റർ കെ രാജനാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹത്തിന് ഒരുപാട് ഓർമ്മകൾ വി എസിനെ കുറിച്ചിട്ടുണ്ട്. ശരിയാണ്, ഇസങ്ങൾക്കും അപ്പുറം വി എസ് എന്നുള്ള മനുഷ്യസ്നേഹി, വി എസ് എന്ന പോരാട്ട വീര്യമുള്ള ഭരണകർത്താവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അനുസ്മരിക്കുകയാണ്. ഇന്നലെ AKG സെന്ററിന്റെ മുൻവശം കൂടി നിന്നവരിൽ ഒട്ടേറെ ചെറുപ്പക്കാർ ഉണ്ടായിരുന്നു. വി എസിനെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും അക്കൂട്ടത്തിലുണ്ട്. പക്ഷേ വി എസ് എന്ന രണ്ടക്ഷരത്തിൽ ആവേശം ഉൾക്കൊണ്ട നിരവധി ചെറുപ്പക്കാർ പോലും എത്തുന്നു എന്നുള്ളതാണ് വി എസ് ഏത് രീതിയിലാണ് കേരളത്തിൽ അടയാളപ്പെടുത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇപ്പോഴും ഇടയ്ക്ക് വെച്ച് ക്യൂ മുറിഞ്ഞതാണ്. പക്ഷെ വീണ്ടും ഇപ്പോൾ വിലാപയാത്ര 2 മണിക്ക് തുടങ്ങും എന്ന അറിയിപ്പ് വന്നതോടുകൂടി കൂടുതൽ ആളുകൾ ഇപ്പോൾ പിന്നീട് എത്താമെന്ന് കരുതിയിരുന്ന കൂടുതൽ ആളുകൾ ഇപ്പോൾ വീണ്ടും ക്യൂ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഗേറ്റിന്റെ സമീപം വരെ ഇപ്പോൾ ക്യൂ ഉണ്ടായിരിക്കുകയാണ്. പഴയ പോലെ തന്നെ വീണ്ടും ഇടയ്ക്ക് വെച്ച് ആളുകൾ കുറഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും ആളുകളെ കയറ്റിവിടുകയാണ്. ആളുകൾ ഇപ്പോഴും ദർബാർ ഹാളിനുള്ളിലേക്ക് വരുന്നു. പക്ഷേ ഇനി പോലീസിന്റെ ഔദ്യോഗികമായ യാത്രയയപ്പ്, ഗാർഡ് ഓഫ് ഓണർ ഇതെല്ലാം ഉണ്ടാകും. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് വരുന്ന ആളുകളോട് എത്രയും പെട്ടെന്ന് ദർബാർ ഹാളിലേക്ക് വരിക, വി എസിനെ കാണുക എന്നുള്ള നിർദ്ദേശം പോലീസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപ്രകാരമാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. മഴ പെയ്യുവാനുള്ള സാധ്യത ഇവിടെ കാണുന്നുമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം 2 മണിയോടുകൂടി വിലാപയാത്ര തുടങ്ങാൻ പറ്റുമെന്ന് കരുതുകയാണ്. നേരത്തെ മന്ത്രി കെ രാജൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇവിടെ കണ്ട തിരക്കും ഇന്നലെ AKG സെന്ററിൽ കണ്ട തിരക്കും ആയിരിക്കുകയില്ല. വിലാപയാത്ര ദേശീയപാതയിലൂടെ ആലപ്പുഴ വരെ കടന്നു പോകുന്ന തെരുവീഥികളിൽ ഇരുവശവും ആയിരങ്ങൾ തടിച്ചുകൂടും എന്നുള്ളതാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ വൈകി മാത്രമേ വിലാപയാത്ര ആലപ്പുഴയിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം ആലപ്പുഴയിൽ വിവിധ സ്ഥലങ്ങളിൽ പൊതുദർശനമുണ്ട്. നാളെ വൈകിട്ട് 4 മണിക്കാണ് വി എസിന്റെ സംസ്കാരം വലിയ ചുടുകാട്ടിൽ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും നിശ്ചയിച്ച പ്രകാരം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇവിടെ നേതാക്കളുടെ ശ്രമം. പക്ഷേ ദേശീയപാതയിൽ എന്തായിരിക്കും ആ വിലാപയാത്രയെ കാത്തിരിക്കുന്ന ആയിരങ്ങൾ, എത്ര രാത്രി പാതിരാവായാലും ആ കാത്തിരിപ്പ് തുടരുമോ എന്നുള്ളതാണ്. കൂടുതൽ പോലീസുകാർ ദർബാർ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി ഗാർഡ് ഓഫ് ഓണർ, അതുപോലെ പോലീസിന്റെ ഔദ്യോഗികമായ യാത്രയപ്പ്, ഇതിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. അതിനുവേണ്ടി പോലീസ് ഫോഴ്സ് ദർബാർ ഹാളിലേക്ക് വരുന്ന കാഴ്ച, ക്യൂവിലുള്ളവരോട് എത്രയും പെട്ടെന്ന് ദർബാർ ഹാളിലേക്ക് കടന്ന് വി എസിനെ കാണുവാനുള്ള നിർദ്ദേശം പോലീസ് ഒരു വശത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിലാപയാത്ര തുടങ്ങുവാൻ വേണ്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം KSRTC ബസ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിന്റെ മുൻവശത്തുള്ള പോർച്ചിലേക്ക് കൊണ്ടുവരും. അവിടെ പോലീസ് അതിനുള്ള വഴിയും ഒരുക്കി കഴിഞ്ഞു. അങ്ങനെ വി എസ് അച്യുതാനന്ദൻ സെക്രട്ടേറിയറ്റിൽ നിന്ന്, തലസ്ഥാന നഗരിയിൽ നിന്ന് യാത്രയാകുവാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ശരി, മഞ്ജുഷാണ് വിവരങ്ങൾ നൽകിയത്. കിരൺ ബാബു കൂടി ചേരുന്നുണ്ട്. കിരൺ, ഇനി അധികം സമയമുണ്ടാവില്ല. സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന, നേരത്തെ മന്ത്രി രാജൻ പറഞ്ഞതുപോലെ അവിടെ വി എസിൻ്റെ കാൽപതിയാത്ത സ്ഥലങ്ങൾ കുറവായിരിക്കും. അത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ മാത്രമല്ല, ഒരു പോരാളി എന്ന നിലയ്ക്ക്
അദ്ദേഹം അവിടെ എത്താത്ത ഇടങ്ങളുണ്ടാവില്ല. ഒരു മുഖ്യമന്ത്രിയെ നമ്മളൊക്കെ ഓർത്തിരിക്കുന്നത് പതിവാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്നും പ്രതിപക്ഷമായി നിലകൊണ്ടൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഇനി ആരെയെങ്കിലും പറ്റി പറയാൻ കഴിയുമോ എന്നറിയില്ല. അത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹം പ്രതിപക്ഷത്ത് തന്നെയായിരുന്നു നിന്നിരുന്നത്. ശ്രീജ, അത് തന്നെയാണ് ഇവിടെ അദ്ദേഹത്തിന് കാൽ പതിയാത്ത ഇടമുണ്ടെന്നതിനപ്പുറത്തേക്ക് നിർണായകമായ ഈ സെക്രട്ടേറിയറ്റിലെ ഫയലുകളൊക്കെ VSന്റെ മുന്നിൽ എത്തുമായിരുന്നു. അതിന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴായാലും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴായാലും അല്ലാത്തപ്പോഴുമെല്ലാം നിർണായകമായ അഴിമതിയുടെ വിവരങ്ങളെല്ലാം എത്തിക്കൊണ്ടിരുന്നത് VSന്റെ ടേബിളിലേക്കാണ്. അത് എങ്ങനെയാണെന്നറിയില്ല. ഈ നീതിക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരെല്ലാവരും അവർ കണ്ടിരുന്നത് VS അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിന്റെ